ബാബയുടെ അടുത്ത് വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വിശേഷിച്ച് ബാബയുടെ പല വിശേഷ കുട്ടികളുടെയും സദ്ഗുരുവാർ ദിവസത്തിൻ്റെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബ പറഞ്ഞു, കുട്ടികളുടെ ഓർമ്മകൾ ബാബയുടെ അടുത്ത് എത്തിച്ചേരുന്നു. എൻ്റെ ഭക്തരായ കുട്ടികളും എന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലൂടെ ഓർമ്മിക്കുന്നു. ഈ ബ്രാഹ്മണ കുട്ടികളുടെ ഓർമ്മയും ഭക്തരുടെ ഓർമ്മയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ബാബ തന്നെ സ്വയം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, ഭക്തരായ കുട്ടികളും അത്രയും തന്നെ ഓർമ്മിക്കുന്നു, ഹൃദയം കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികളും ഓർമ്മിക്കുന്നു. എന്നാൽ വ്യത്യാസം ഇത്രമാത്രമാണ്, അവർക്ക് ബാബയുടെ യഥാർത്ഥ പരിചയം ഇല്ലാത്തത് കാരണം ബാബയെ എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നു, സർവവ്യാപി എന്ന് പറയുന്നു. അതിനാൽ അവരുടെ മനസ്സിലെ ഭാവന എന്താണോ, അവർ ഏത് ഇഷ്ടദേവൻ്റെ അടുത്ത് പോയാലും ഏത് ദേവീദേവന്മാരുടെ ക്ഷേത്രത്തിൽ പോയാലും കൈകൂപ്പും, പ്രാർത്ഥിക്കും, ശിരസ് നമിക്കും. എന്നാൽ ബാബ പറഞ്ഞു, ബാബയുടെ കുട്ടികളുടെ ഓർമ്മകൾ പൂർണ്ണമായും സൂക്ഷ്മമായ ഒരു ചരട് പോലെയാണ്. പല കുട്ടികളെയും ബാബ കാണുന്നുണ്ട്. പലപ്പോഴും പ്രയത്നം തോന്നുന്നു. ചില കുട്ടികൾക്ക് ഓർമ്മിക്കുന്നത് വളരെ സഹജമായി തോന്നുന്നു. ചില കുട്ടികൾക്ക് ഭാവിയുടെ ഓർമ്മയുടെ ആകർഷണവും അനുഭവപ്പെടുന്നു. ഏത് കുട്ടികൾക്കാണോ ബാബയുടെ ഓർമ്മയുടെ ആകർഷണം ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ച് ബാബ കാണിച്ചു തന്നു. വൈദ്യുതിയുടെ കണക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്ന് മറ്റൊന്നിനോട് യോജിപ്പിക്കുന്നു. യോജിപ്പിക്കുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ കണക്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നു. അപ്പോൾ ബുദ്ധിയുടെ യോഗം അഥവാ ആരാണോ ബാബയുടെ ഓർമ്മയുടെ ആകർഷണം അനുഭവിക്കുന്ന കുട്ടികൾ, അവർക്ക് ബാബ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ അനുഭവം അഥവാ എന്തെങ്കിലുമൊക്കെ പ്രാപ്തി തീർച്ചയായും നൽകുന്നു. ബാബ പറഞ്ഞു, ഈ സംഗമത്തിൻ്റെ സമയം ബ്രാഹ്മണരായ കുട്ടികളായ നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ വിശേഷ അനുഭവം തീർച്ചയായും ചെയ്യണം. കുട്ടികൾ ചെയ്യുന്നുമുണ്ട്. ബാബ പറഞ്ഞു, ഭക്തരായ എൻ്റെ കുട്ടികൾക്ക് ദർശനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അല്പം സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾ അതിൽ സന്തോഷിക്കുകയില്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ അനുഭവം നേടി. കുട്ടികൾ അനുഭവങ്ങളുടെ ഖനിയായി മാറി. അത് കുട്ടികൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് സദാ നിലനിൽക്കുന്നു. ബാബ പറഞ്ഞു, ഇപ്പോൾ ദീപാവലിയുടെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം എങ്ങനെ ഉള്ളതാണോ അതനുസരിച്ച് ദീപാവലിക്ക് എന്താണ് ചെയ്യുന്നത്? ഓരോരുത്തരും ദീപം തെളിയിക്കുന്നു, പരസ്പരം ഒത്തുചേർന്നും ദീപം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളുടെയും കാര്യം ഇതുതന്നെയാണ്. അഥവാ ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും വിസ്മൃതി ഉണ്ടാവുകയാണെങ്കിൽ ബാബയുടെ സ്മൃതി വരുത്തണം. ഇതും ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ ദീപം തെളിയിക്കുന്നതിൻ്റെ കാര്യമാണ്. ബാബ സന്ദേശം ഇത്രയും നൽകി. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.